എല്ലാവർക്കും നമസ്കാരം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധൽ ഭവതു മേ സദാ. ഇത് കർക്കടക മാസം. കർക്കടക മാസം പൊതുവെ പഞ്ഞമാസം എന്നാണ് പഴമക്കാർ പറയുക. ഈ മാസത്തിൽ നമ്മൾ ശാരീരികമായും മാനസികമായും വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചു വരുന്നു എന്നുള്ളതാണ് പറയുക. കർക്കടക മാസത്തിൽ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളിൽ നിന്നും മോചനം നേടാൻ, അല്ലെങ്കിൽ ഉള്ള ആരോഗ്യം നിലനിർത്താൻ നമ്മളൊക്കെ ദേഹം ഒഴിച്ചൽ, അതുപോലെ ചവിട്ടിത്തടകൽ, പിന്നെ ഔഷധ കഞ്ഞി സേവ ഇതൊക്കെ നടത്താറുണ്ട്. എന്നാൽ മാനസികമായിട്ടുള്ള കരുത്ത് നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ എന്താണ് ചെയ്യുക? ശരിക്കും ചില ആൾക്കാർക്കൊക്കെ മറ്റുള്ളവരെപ്പം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നാലും മനസ്സിന് സുഖം കിട്ടും എന്നാണ് വിചാരം. ചില ആൾക്കാർക്ക് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനേ സമയമുള്ളൂ, സ്വയം ചിന്തിക്കാൻ സമയമില്ല. അങ്ങനെ അവർ കാലം കഴിക്കും, അതിൽ സുഖം കണ്ടെത്തി. പിന്നെ ചില ആൾക്കാർ മദ്യത്തിനും മയക്കുമരുന്നിനും ഇങ്ങനെയൊക്കെയുള്ളതായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് ഇതാണ് ഏറ്റവും വലിയ സുഖം എന്നുള്ള ഭാവത്തിൽ അവരും അങ്ങനെ കാലം കഴിക്കും. എന്നാൽ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ കിട്ടാത്തതായിട്ടുള്ള ഒരു സുഖമുണ്ട്. അതാണ് ആധ്യാത്മിക വിഷയങ്ങളിലുള്ള താല്പര്യം എന്നുള്ളതാണ്. കർക്കടക മാസത്തിൽ അതുപോലെ ജീവിതത്തിൽ എപ്പോഴും മാനസികമായിട്ടുള്ള ഉന്മേഷത്തിന് പ്രധാനപ്പെട്ട ഒന്നാണ് ഈശ്വര വിഷയങ്ങളിൽ മുഴുകുക എന്നുള്ളത്. ഈ മാസത്തിൽ രാമായണ പാരായണം ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ഈ രാമായണം വെറുതെ വായിച്ച് കളയുക എന്നുള്ള സമ്പ്രദായം അല്ല വേണ്ടത്. രാമായണത്തിലെ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഉപദേശങ്ങൾ, ലക്ഷ്മണോപദേശം, ഹനുമതുപദേശം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. എന്നാലേ ഇതുകൊണ്ട് ഗുണമുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഹിന്ദു പുരാണങ്ങളായാലും മറ്റേത് ഗ്രന്ഥ